ഹായ്. അപ്പം ഇന്ന് നമുക്ക് ചെറിയൊരു പരിപാടി ഉണ്ട്. അതിനൊന്ന് ഗെറ്റ് റെഡി ആയാലോ? ഓക്കെ. നമ്മൾ ടോണറും ലിബാമും അപ്ലൈ ചെയ്തിട്ടുണ്ട്. അടുത്ത പരിപാടി പറഞ്ഞാൽ കുറച്ച് സെറം അപ്ലൈ ചെയ്യാം. ഞാൻ നിയാസിനാമൈഡിൻ്റെ സെറാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ സെറം അപ്ലൈ ചെയ്ത് നമ്മൾ സെറം അപ്ലൈ ചെയ്തിട്ടുണ്ട്. സോ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം എന്താവും എന്നറിയാൻ. ഓക്കെ, ഒന്ന് ഉണങ്ങട്ടെ. അപ്പോൾ അടുത്ത സെക്ഷൻ എന്തായിരിക്കും? സ്വാഭാവികമായിട്ടും മോയ്സ്ചറൈസർ ആയിരിക്കുമല്ലോ, ആണല്ലോ അല്ലേ? അപ്പോൾ നമുക്ക് മോയ്സ്ചറൈസർ ട്രൈ ഔട്ട് ചെയ്യാം. ഇത് വരാൻ കുറച്ച് സമയം എടുക്കും. വരുന്നില്ല കൈസ്, കഴിഞ്ഞുണ്ടോ? കൈസ് വന്നു കൈസ്. അപ്പോൾ കുറച്ച് മോയ്സ്ചറൈസർ എടുത്തിട്ടുണ്ട്. നമുക്കിനി അത് അപ്ലൈ ചെയ്യാം. മോയ്സ്ചറൈസർ ഇല്ലാത്ത പരിപാടിയില്ല. ഗായ്സ്, നമ്മൾ മോയ്സ്ചറൈസറും അപ്ലൈ ചെയ്തിരിക്കുന്നു. ബാക്ക്ഗ്രൗണ്ടിൽ കുപ്പി പാട്ട വിൽക്കാനുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്ത് ചെയ്യാനാ കഴിച്ചു? ഇവിടെ ഒന്നും വിൽക്കാല്ല. ഇവിടെ വിൽക്കണമെങ്കിൽ മുന്നേ വിൽക്കാം. പിന്നെ കൊടുക്കണില്ല. അപ്പോൾ ഓക്കെ, നമ്മൾ മോയ്സ്ചറൈസറും അപ്ലൈ ചെയ്തു. ഇനി അടുത്ത പരിപാടിയാണ് മെയിൻ പരിപാടി. എന്താ? സൺസ്ക്രീൻ. സൺസ്ക്രീൻ ഇല്ലാതെ നമ്മൾ പുറത്ത് പോയാൽ തിരിച്ചു വരുമ്പോൾ നമ്മൾ എന്താവും? സീനാവും. സോ ഞാൻ യൂസ് ചെയ്യുന്നത് ഡെർമാക്കോൻ്റെ ആണ്. സോ ഡെർമാക്കോ അല്ല, ഡെർമയുടെ ആണ്. ഡെർമാക്കോ അല്ല. തെറ്റുകൾ പറ്റാം. തെറ്റുകൾ പറ്റാത്ത മനുഷ്യർ. നമുക്ക് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാം. 3 ഫിംഗർ ആണല്ലോ, അതുകൊണ്ട് തന്നെ നമുക്ക് 3 ഫിംഗറിൽ എടുക്കാം. ഇടുന്നില്ല. നമുക്ക് ബ്ലെൻഡ് ഇറ്റ് വെല്ല്. ആദ്യം മുതൽ തന്നെ ഭയങ്കര ഇഷ്ടമാണ് ഈ സൺസ്ക്രീന്. എന്താന്ന് വെച്ചാൽ ഇട്ടാൽ പെട്ടെന്ന് ബ്ലെൻഡ് ആവുകയും ചെയ്യും. പിന്നെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ആക്കുമ്പോൾ ഫേസിന് ചെറിയ ചേഞ്ചസും കാര്യങ്ങളൊക്കെ കാണും. ഐ ലൈക്ക് ഇറ്റ് ദിസ്. നമ്മളെ ഒരു ബേസ് പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൽ കുറച്ച് കലാപരിപാടികളുണ്ട്. എങ്ങനെയുണ്ട്? കിട്ടപ്പോൾ തന്നെ ചൊക്കയിക്കണമെന്നാണ് എൻ്റെ ഒരു നീക്കം. വേന എനിവേ, അപ്പോൾ നമ്മൾ സംഭവം ശരിയായില്ലേ? ഓക്കെ, അപ്പം നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാം. അടുത്ത ഘട്ടം എന്ന് പറഞ്ഞാൽ ചെറിയൊരു കുറച്ച് ഫൗണ്ടേഷനും കുറച്ച് ഐലൈനറും കുറച്ച് ഐ ഷാഡും കുറച്ച് ലിപ്സ്റ്റിക്കും. ഓക്കെ, എങ്ങനെയുണ്ട്? സെറ്റല്ലേ? സോ നമുക്ക് അടുത്തത് ഫൗണ്ടേഷൻ നോക്കാം. ഞാൻ എൻവൈബയുടെ 3-in-1 ഫൗണ്ടേഷനാണ് യൂസ് ചെയ്യുന്നത്. ഇത് കഴിഞ്ഞിക്കണ്. അതിൽ നമുക്ക് ഇടാനുള്ളതൊക്കെ ഉണ്ട്. ഞാനങ്ങനെ മെയിൻ പരിപാടി എന്തെങ്കിലും ഉണ്ടെങ്കിലുള്ള ഈ സാധനം യൂസ് ചെയ്യൽ. എനിക്കിതിനെ പറ്റി വലിയ കുട്ടൻസ് ഒന്നുമില്ല, എങ്ങനെ മേക്കപ്പ് ഇടാന്നൊന്നും. ഇനി എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ഉണ്ടണ്ട, എങ്ങനെ തന്നെ മേക്കുണ്ട്.
നമ്മൾ ഫൗണ്ടേഷനൊക്കെ അപ്ലൈ ചെയ്തു. ബ്ലഷും കാര്യങ്ങളൊന്നും ഇടുന്നില്ല. ഞാൻ എൻവൈവയുടെ ബ്ലഷ് തന്നെയാണ് യൂസ് ചെയ്തിരുന്നത്. ബട്ട് അതിടുമ്പോൾ മുഖം ഭയങ്കര ഡിമ്മാവുന്നുണ്ട്. സോ ഞാനത് ഒഴിവാക്കി. നമ്മൾ ഫൗണ്ടേഷൻ മാത്രമേ ഉള്ളൂ. എനിക്ക് എൻവൈബയുടെ ഫൗണ്ടേഷൻ നല്ല ഇഷ്ടമായിട്ടുണ്ട്. ഐ ലൈക്ക് ഇറ്റ്. ആ 3-in-1 ഫൗണ്ടേഷൻ ഇല്ലേ, അതാണ് ഗൈസ്. അപ്പോൾ ഏകദേശം നമ്മുടെ ഫേസ് പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, എന്ത് ചെയ്യണ്ട്? ഈ കണ്ണുമ്മക്കുള്ള പരിപാടിയാണ്. സോ നമ്മൾ ആ സാധനങ്ങളൊന്ന് എടുക്കട്ടെ. അത് ഒരു കോട്ടൻ്റെ ഉള്ളിലാണ്. സോ അത് നുറുക്കിപ്പെടുക്കി എടുക്കുമ്പോൾ ഒരു ടൈം എടുക്കും. അപ്പം ഞാൻ നുറുക്കിപ്പെടുക്കി എടുത്ത് ഇവിടെ വെക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന എന്തെന്ന സംഭവം, ഐ ഷാഡോ ഇതാണ്, ഈ ഒരു ഷെയ്ഡാണ്. സോ നമുക്ക് ബ്രഷൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞാലും ഞാൻ അത്ര എക്സ്പേർട്ടൊന്നുമല്ല. സോ ബ്രഷ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കൈ കൊണ്ട് വെച്ചിട്ട് നാച്ചുറലായിട്ട് ഇടാം. സോ എനിക്ക് ഈ ബ്ലഷ് ഐ ഷാഡോ നല്ല ഇഷ്ടമാണ് കേട്ടോ. ഭയങ്കര രസമാണ് കാണാൻ. ഇട്ടിക്കണമെന്ന് അറിയില്ല, എന്നൊരു ഗ്ലിറ്ററി ഫീലും ഉണ്ടാവും. എങ്ങനെയുണ്ട് സെറ്റല്ലേ? സോ നമ്മൾ കണ്ണ് കാണാൻ രസമുണ്ട് അല്ലേ? ഈ കണ്ണും നോക്കൂ, ഈ കണ്ണും ഭംഗിയില്ലേ? അതാണ്, അത്രേ ഉള്ളൂ. സോ ഗൈസ്, എനിക്ക് ഇങ്ങനെ ചെയ്താൽ മനസ്സിലാവില്ല. സോ നമ്മളൊന്ന് മിനിക്കൂട്ടാൻ വേണ്ടി കണ്ട് ആ കണ്ണാടി വരെ ഒന്ന് പോയിട്ട് വരാം. പിന്നെ നമ്മൾ ബഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ബഡ്സ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമുക്കിങ്ങനെ അടിയിൽ ഇങ്ങനെ ചെറിയൊരു തിളങ്ങണ കണ്ണാക്കാനാണ്. യു ഗോട്ട് ഇറ്റ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഞാനത് ഇട്ടിട്ട് വരാം, അല്ലെങ്കിൽ എനിക്ക് ഇതിൽ നോക്കിയാൽ മനസ്സിലാവില്ല. ഓക്കെ, സെയിം. എങ്ങനെയുണ്ട് എൻ്റെ കണ്ണാണോ? രസല്ലേ? എന്ത് ചെയ്യാം. ഇനി നമ്മൾ അടുത്തത് ഐലൈനറാണ് ഗൈസ്. സോ ഐലൈനർ ഇടാനും എനിക്ക് ഇതിൽ നോക്കി ഐലൈനർ ഇടാൻ അറിയില്ല ഗൈസ്. ഞാൻ പിന്നെ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഐലൈനർ ഇടണമല്ല, ഗെറ്റ് റെഡി വിത്ത് മീ ആദ്യമായിട്ട് എടുക്കണോണ്ട് തന്നെ എനിക്കിതിലിടാൻ അറിയില്ല. അപ്പോൾ ഞാൻ ഇട്ടിട്ട് വരണോ അതോ ഇവിടുന്ന് ട്രൈ ഔട്ട് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഇവിടുന്ന് ട്രൈ ഔട്ട് ചെയ്താൽ കൊള്ളാം. ഇനി ആദ്യം മാറ്റാൻ വയ്യ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, കണ്ണാടി പോയി വരാം. ഓക്കെ, ഇട്ടിട്ട് ഇപ്പോൾ വരാം. സോ നമ്മൾ കണ്ണ് എഴുതിയിട്ടുണ്ട്. കണ്ണ് എഴുതിയത് നിങ്ങൾ കണ്ടു. ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഒന്ന് ശരിയായോ ഒന്ന് ശരിയാവും. ഇപ്പോഴും ഞാൻ കുട്ടികളെ പോലെ. ഞാൻ പിന്നെ എപ്പോഴൊന്നും ഐലൈനർ ഇടലില്ല, എന്തെങ്കിലുമൊക്കെ വലിയ പരിപാടി എന്തെങ്കിലുമൊക്കെ ഉള്ള ഇടില്ല. സോ നമ്മൾ കണ്ണുമ്പോൾ നെക്സ്റ്റ് പരിപാടി പറയുന്നത് മസ്കാരയാണ് ഗൈസ്. നമുക്ക് മസ്കാര അപ്ലൈ ചെയ്യാം. ഓക്കെ, മസ്കാര അപ്ലൈ ചെയ്താൽ പിന്നെ കണ്ണ് വേറെ ലെവലാ. ഞാൻ എന്നെ തന്നെ മുക്കാലേ അല്ലിട. ഈ കണ്ണ് ശരിയായിക്കണോ? ഈ കണ്ണ് എനിക്ക് വലിയ ഇമ്പ്രസ് തോന്നിയില്ല, ഒരു ഇത് തോന്നിയില്ല. ഇപ്പോഴും നിങ്ങൾക്ക് ഐലൈനർ ഇടുമ്പോൾ രണ്ട് കണ്ണും രണ്ട് പോലെ ആവണുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യും. അതൊന്നും എനിക്ക് മാത്രമൊന്നും അറിയില്ലല്ലോ. സോ നമ്മൾ മസ്കാര അപ്ലൈ ചെയ്യുന്നുണ്ട് ഗൈസ്. ഐ ലൈക്ക് ഇറ്റ് ദിസ് മസ്കാര വെരി മച്ച്. ബിക്കോസ് പാട്ട് വെച്ചാൽ നല്ല രസമാണ്. സോ ഒരു 2 സ്റ്റെപ്പ് ഉണ്ട്. ഒന്ന് കട്ടിയുള്ളതും കട്ടില്ലാത്തതും. നമുക്ക് രണ്ടൊന്ന് വരഞ്ഞ് നോക്കാം. നല്ല ഭംഗിയില്ലേ കാണാം? എനിക്കല്ല ഇഷ്ടമായിട്ടോ ഈ ഒരു മസ്കാര. ഇനി കൂടുതലിട്ടാൽ കൊള്ളാവും. സോ ഒക്കെ പാകത്തിന്. ഓക്കെ, ഒക്കെ പാകത്തിനാണോ? പാകത്തിന്. ഇതിന് കുറേ ഓവറാക്കിയിട്ട് കൊളാക്കണത്. ഓക്കെ, അപ്പം നമ്മുടെ ഏകദേശം എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട്. ഈ ബ്ലഷ് ഇടണമെന്ന് ചോദിച്ചാൽ എനിക്ക് വലിയ താല്പര്യമില്ല, എന്നാലും നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഇടാം അല്ലേ. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ബ്ലഷ് ഇതാണ്, ഈ ഒരു കളറാണ്. നോക്കും ഇടാം ഷേപ്പിന് കുറച്ച് മതി. ഒന്നും അമിതാവാൻ പാടില്ല. അമിതായാൽ പ്രശ്നമാണ്. ഓക്കെ, അപ്പോൾ
ബ്ലെൻഡ് ചെയ്യാൻ ഇത് പഫൊന്നും ഇല്ലാത്തതുകൊണ്ട് ബ്ലെൻഡ് വിത്ത് ദിസ്. ഈ ബ്ലഷ് മൈ ഹാൻഡാണ് ഗൈസ്. ഓക്കെ, അമിതമായിട്ടില്ല, നെട്ടിക്കണമെന്നുണ്ട് ഏകരുണ്ട്. സോ നമ്മുടെ നെക്സ്റ്റ് പരിപാടി നമ്മൾ ലിപ്പ് സ്റ്റിക്ക് ഇടാണ്. ലിപ്പ് സ്റ്റിക്ക് ഇട്ട് പിന്നെ ഡ്രസ്സ് മാറ്റി മുടി കെട്ടിയാൽ നമ്മുടെ പരിപാടി ഇവിടെ കൈ. മുടി കെട്ടാൻ ഇത് തുറക്കാൻ ഭയങ്കര പാടാണ്, കയ്യുമായി അപ്പത്തിന് ഗൈസ്. സോ ഈ ഒരു ലിപ്പ് ലൈനറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഈ ലിപ് ലൈനർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിട്ടാൽ തന്നെ ചുണ്ടിനൊരു ഡിംഗ്ലോഫിയാണ്. സോ നമ്മൾ മിക്സ്ഡ് ആക്കിയിട്ടാണ് ഇടുന്നത്. ആദ്യം നമുക്ക് ഈ ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇതെടുത്ത് വെക്കാം. അടുത്ത് നമുക്ക് ഈ ഒരു ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യാം മുകളിൽ. ഇത് ഡയറക്റ്റ് ഇടുമ്പോൾ എനിക്കെൻ്റെ ഫേസൊക്കെ ചേർന്നെല്ലാം തോന്നും. പക്ഷേ ഫുഡ് കഴിക്കുമ്പോഴൊക്കെ കുറേ ലോങ് ലാസ്റ്റ് ചെയ്ത് നിൽക്കണമെങ്കിൽ ഈ സാധനം വേണം. അങ്ങനെ തന്നെ കുറേ ഇടും, പക്ഷെ കുറേ തുടച്ച് കളയും. സോ നമുക്കത് കുറച്ചൊന്ന് തുടച്ച് കളയാം. അതിന് നമുക്കൊരു ടിഷ്യൂ എടുക്കാം. യെസ്, സോ നമ്മുടെ ഫേസ് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. സിമ്പിൾ ആൻഡ് ഹമ്പിളാണ് ഗൈസ്. ഇത്രയേ ഉള്ളൂ, നോർമൽ യൂസ് മാത്രമേ ഉള്ളൂ ഗൈസ്. ഞാൻ കുറേ അങ്ങനെ വാരിപ്പൊത്തിയിടൊന്നുമില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വേണം, എന്നിട്ട് മുടി കെട്ടാം, പിന്നെ പരിപാടിക്ക് പോകണ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഓക്കെ, ബാ നമുക്ക് ഡ്രസ്സ് മാറി വന്നാലെന്നോ. ഓക്കെ, സോ ഗൈസ് ഇതാണ് നമ്മളിടുന്ന ഡ്രസ്സ്. ഫുൾ ഔട്ട്ഫിറ്റ് ഞാൻ കാണിച്ചു തരാം, ഇവിടെ എന്താ നടക്കൂല. ഓക്കെ, അപ്പോൾ എങ്ങനെയുണ്ട്? മുടി വാർന്നിട്ടില്ല. മുടി നമുക്ക് സെൻറ്റർ പാർട്ടീഷൻ എടുത്താൽ മതി എന്നാണ് എൻ്റെ ഒരു നിഗമനം. ഏതാണ് ബെറ്റർ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ എങ്ങനെയുണ്ട്? സെറ്റല്ലേ? സെറ്റാണെങ്കിൽ നിങ്ങളൊന്ന് സെറ്റാണെന്ന് പറയൂ ഗായ്സ്. എനിവേ മുടി കുറച്ച് ഉണങ്ങാണ്ട്, സോ നമുക്കൊരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. മുടി ഉണങ്ങുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, പിന്നെ നമ്മൾ ആക്സസറീസൊക്കെ ഒന്ന് ഇട്ട് തുടങ്ങണോ എന്ന് വെച്ചാൽ വേണ്ട, ലാസ്റ്റ് ഇടാം. കാരണം മുടി ഇങ്ങനെ വരുമ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, നമുക്ക് മുടി ഉണങ്ങണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. സോ ഗൈസ് നമ്മൾ മുടിയും കെട്ടി വന്നിട്ടുണ്ട്. മുടി കെട്ടുന്നത് എനിക്ക് ഫോണിൽ കൂടി പോസിബിൾ അല്ല. സോ പോസിബിൾ അല്ലാത്തത് കൊണ്ട് ഞാൻ എന്ത് ചെയ്തു, മുടി ഓൾറെഡി കെട്ടി. സോ ഇതാണ് നമ്മളൊരു ഫൈനൽ ലുക്ക്. കുറച്ച് മുടിയൊക്കെ മുന്നിൽ കിട്ട് മീനിങ് ആകാം. ഇത് ഓൾറെഡി ഉള്ളതാണ്, പറ്റിയോ എന്നല്ല ഗൈസ്. നിങ്ങളതും പഞ്ചറൊട്ടിച്ചാൽ വരണ്ട. ഓക്കെ, അപ്പോൾ ആക്സസറീസ് അങ്ങനെ യൂസ് ചെയ്യാനൊന്നുമില്ല. ഓൾറെഡി എനിക്കൊരു മാല ഉണ്ട്, പിന്നെ കൈച്ചേനും ഉണ്ട്. സോ നമുക്ക് ഈ കയ്യിലേക്കൊരു വാച്ച് ഇടാം. സോ നമുക്ക് 11:45 അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇനി നമുക്ക് പോണതും വരുന്നതൊക്കെ കാണാം. ഓക്കെ, കുറച്ച് പെർഫ്യൂം അടിക്കാം. സോ നമ്മുടെ കലാപരിപാടിയൊക്കെ കഴിഞ്ഞു, നമുക്ക് താഴത്ത് കയറണം. ഓക്കെ, സോ ഗൈസ് നമ്മളിറങ്ങി സ്കൂട്ടറിനാണ് പോണത്. അമ്മ ഓൾറെഡി നേരത്തെ പോയിട്ടുണ്ട്. വീടാണ് അവിടെ നിന്ന് ഒലിച്ചു ഞാൻ. ഓക്കെ, ഇങ്ങനെ ഉണ്ട് എന്നുള്ള
നമ്മളെ പേടകത്തിൽ പോവുകയാണ് ഗൈസ്. ഇപ്പം എന്നെ കാണാൻ ചുരുക്കമൊക്കെ ഉണ്ട്. അവിടെ എത്തിയപ്പോൾ തന്നെ ഞാൻ ആകെ സീനായിരുന്നു ഗൈസ്, വെയിലത്ത് പോയിട്ട്. ഇനി നമ്മൾ പരിപാടിൻ്റെ അവിടെ എത്തി. റുബീനെ തന്നെ വെൽക്കം ചെയ്യാൻ വന്നിരുന്നു. പിന്നെ കസിൻസൊക്കെ വട്ടം കൂടി വർത്താനം പറയണു, ഫോൺമ കളിച്ചണു, അങ്ങനെ അല്ലറ ചില്ലറ പരിപാടികൾ. കോളേജിലത്തെ കുട്ടികളെ കാത്തിരിപ്പിനൊടുവിൽ അവസാനം നമുക്ക് ഫുഡ് കിട്ടി ഗൈസ്. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നേക്കാണ്. ഫുഡ് വിശന്നിട്ടേ ഫുഡൊക്കെ ചാടിയിരിക്കുന്നു. അപ്പോൾ വീഡിയോ എടുക്കാൻ മറന്നു. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ ആലോചിച്ചത്. അപ്പം തിന്ന് പകുതിയായിരുന്നു ഗൈസ്. അപ്പോൾ നമ്മളിത് കഴിച്ചിട്ട് വരാം. പിന്നെ ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഐസ്ക്രീം ഞാൻ കഴിച്ചില്ല, അമ്മ കൊടുത്തു. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, മെയിൻ പരിപാടി കഴിഞ്ഞു. ഇനി സെക്കൻഡ് പരിപാടി എന്നാൽ പെണ്ണിറങ്ങണ കാണാനാണ്. പെണ്ണിറങ്ങണ കാണാമെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ വിചാരിക്കും കല്യാണമാണെന്ന്. കല്യാണമല്ല, പ്രസവത്തിന് കൂട്ടിക്കൊണ്ടുപോകലാണ്. അപ്പോൾ ഇവൾക്ക് 7 മാസമായിട്ട് അവളെ കൂട്ടിക്കൊണ്ടുപോകണം അവളെ വരേക്ക്. അപ്പോൾ ഇതാണ് അവളൊരു ഔട്ട്ഫിറ്റും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഡ്രസ്സൊക്കെ മാറ്റിച്ച് ശുന്തിരി ആക്കിയിട്ടുണ്ടോളെ. അപ്പോൾ നമുക്ക് ഇനി ഓളെ ഇറങ്ങണതും കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ കാണാം. ഓക്കെ. അപ്പോൾ അവൾ അവിടുന്ന് വന്നപ്പോൾ സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിരുന്നു. അപ്പോൾ ഇറങ്ങാൻ നേരത്ത് ഓളാണ് അതൊക്കെ കൊടുക്കണത്. പാവം, ആ വയറും വെച്ച് അത് താങ്ങിയും കൊണ്ട്. എന്നാലും കുഴപ്പമില്ല, സന്തോഷമല്ലേ, എല്ലാവരും ഹാപ്പി ആവട്ടെ, നല്ലൊരു മൊമെൻറ്റ്. അങ്ങനെ ഇറങ്ങാൻ നേരത്ത് ദ്വാരക്കലും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. സോ അതൊക്കെ എല്ലാവരും ദുആ ഒക്കെ ചെയ്ത് പഠിച്ചവനോട് ആമീൻ പറയായിരുന്നു ഗൈസ്. അങ്ങനെ ഇറങ്ങേണ്ട സമയമായി. അഫ്ല നല്ല ടെൻഷനിലാണ്, സങ്കടമൊക്കെ ഉണ്ട് തോന്നുന്നു. എന്ത് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഇറങ്ങി യാത്ര പറയുന്ന തിരക്കിലും കാര്യങ്ങളിലൊക്കെയാണ്. സോ അഫ്ലക്ക് വിഷമമൊന്നുമില്ല. അവൾ പോയ 2 ദിവസം ഇങ്ങനെ ഇങ്ങനെ വരും. ഓളിറങ്ങിയ പിന്നാലെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മളും നേരെ വീട്ടിലേക്ക് തിരിച്ചു. ബാപ്പാക്ക് വന്നിട്ട് കുറച്ച് ഇറച്ചിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അപ്പോൾ ഒരടുത്ത വീഡിയോ വരെ ബായ്.